ഗ്രെഗ് ചാപ്പൽ ഗാംഗുലി ശീതയുദ്ധത്തിന്റെ കഥ. ക്യാപ്റ്റൻ എന്ന നിലയിൽ ശോഭിച്ചു തുടങ്ങിയ സൗരവ് ഗാംഗുലിക്ക് മുന്നിൽ പുതിയ കോച്ചുമാരുടെ പേരുകളായി മൊഹീന്ദ്ര അമർനാഥ്, ഡേവ് വാട്ട്മോർ, ടോം മൂഡി, ഡെസ്മണ്ട് ഗ്രെയിംസ്, ഗ്രെഗ് ചാപ്പൽ എന്നീ പേരുകളെത്തിയപ്പോൾ കണ്ണുമടച്ച് ഗാംഗുലി തിരഞ്ഞെടുത്തൊരു പേരായിരുന്നു ഗ്രെഗ് ചാപ്പലിൻ്റെത്. എന്നാൽ കോച്ചായി മാധവ് തീരും മുന്നേ ക്യാപ്റ്റനും കോച്ചും കലഹം തുടങ്ങി. ഗ്രെഗ് ചാപ്പലിന്റെ ഭരണപരിഷ്കാരങ്ങൾ പലതും ഗാംഗുലി എന്ന ക്യാപ്റ്റന്റെ കണ്ണിലെ കരടായി. ഗാംഗുലിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് കാണിച്ച് ഗ്രെഗ് ചാപ്പൽ BCCIക്ക് കത്തയച്ചതും ഗാംഗുലിയുടെ ക്യാപ്റ്റൻ സ്ഥാനം തുലാസിലായതും 2007 വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പിൽ ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജ് പുറത്തായതുമൊക്കെ ആ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ലോകകപ്പിന് ശേഷം തന്റെ കരാർ പുതുക്കാതെ ഗ്രെഗ് ചാപ്പൽ ആ കറുത്ത അധ്യായത്തിന് തിരശ്ശീലയിട്ടു. ഇന്ത്യൻ ആരാധകരുടെ ഹൃദയങ്ങളിൽ കുടിയേറിയ ദാദ എന്ന മികച്ച ക്യാപ്റ്റൻ പക്ഷേ ഗ്രെഗ് ചാപ്പലിന്റെ റെക്കോർഡ് ബുക്കിൽ ചുവന്ന വരയിട്ട പേരുകളിൽ ഒന്നായി കാലം ഇപ്പോഴും അടയാളപ്പെടുത്തിയിരിക്കുന്നു. കാരണം അവർ തമ്മിലുള്ള അകൽച്ചയുടെ ആഴം അത്ര വലുതായിരുന്നു.